ലോക വ്യാപാരത്തിന്റെ സിരകൾ മുറിഞ്ഞുപോയ ആ ഒരു നിമിഷത്തിൽ അന്താരാഷ്ട്ര വിപണിയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ചൈന അവരുടെ ഏറ്റവും വലിയ തന്ത്രപരമായ തുറുപ്പുചീട്ട് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധക്കനലിൽ പ്രധാന ജലപാതകൾ കത്തിയെരിയുമ്പോൾ വൻ ശക്തികളെ അമ്പരപ്പിച്ചുകൊണ്ട് ആർട്ടിക് സമുദ്രത്തിലൂടെയുള്ള തങ്ങളുടെ പുതിയ വ്യാപാര ഇടനാഴി ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആഗോള വിപണി ഒരു വൻ ദുരന്തം അഭിമുഖീകരിക്കുമ്പോൾ ശത്രു രാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ബീജിംഗ് പണിതുയർത്തുന്ന വലിയ തന്ത്രങ്ങളും കെണികളും എന്തൊക്കെയാണ്? ലോക വ്യാപാരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ചൈന പ്രഖ്യാപിച്ച ഈ ഐസ് സിൽക്ക് റോഡ് വിജയകരമാകുമോ, അതോ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പുതിയൊരു ശാക്തിക ചേരിതിരിവിനാണോ? ഈ അന്താരാഷ്ട്ര കളിയിലെ അണിയറ രഹസ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യം തന്നെ കാര്യങ്ങളുടെ ഗൗരവം അത് നമുക്കൊന്ന് കൃത്യമായി തന്നെ വിലയിരുത്താം. നിലവിൽ ലോക വ്യാപാരം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച US ഇസ്രയേൽ ഇറാൻ യുദ്ധം ആഗോള കപ്പൽ ഗതാഗതത്തിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾ എന്ന് കരുതുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ കപ്പലുകൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടി. ആഗോള തലത്തിലെ എണ്ണ LNG കയറ്റുമതിയുടെ 20% കടന്നു പോകുന്നത് ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ്. ഇതിനു പുറമെ ലോകത്താകമാനമുള്ള കൃഷിയെയും ആരോഗ്യ രംഗത്തെയും ബാധിക്കുന്ന രാസവളങ്ങളും ഔഷധ ഉൽപ്പന്നങ്ങളും ഇതുവഴിയാണ് സഞ്ചരിച്ചിരുന്നത്. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. മറ്റൊരു നിർണായക വാതിലായ ബാബ് അൽ മന്ദബ് കടലിടുക്ക് അതിഗുരുതരമായ ഭീഷണിയിലാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 10% കൈകാര്യം ചെയ്യുന്ന ചെങ്കടലിന്റെ പ്രവേശന കവാടമാണിത്. യമനിലെ ഇറാൻ അനുകൂല ഹൂത്തികൾ സൗദി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നതോടെ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം ഏതാണ്ട് നിലച്ച മട്ടാണ്. ഇതോടെ പശ്ചിമേഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ സൂയസ് കനാലിലൂടെയുള്ള വ്യാപാരവും താറുമാറായി. ഹോർമുസ് കടലിടുക്കിന് പുറത്തേക്ക് വ്യാപാരത്തിന്റെ ഒരു ശാശ്വതമായ മാറ്റം അനിവാര്യമാണെന്ന് US സെക്രട്ടറി മാർക്കോ റൂബിയോ വളരെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ലോക വിപണി മുഴുവൻ തളർന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് രക്ഷകന്റെ വേഷത്തിൽ ഇപ്പോൾ ചൈന അവതരിക്കുന്നത്. ഇവിടെയാണ് ചൈന തങ്ങളുടെ അവിസ്മയിപ്പിക്കുന്ന തന്ത്രം പുറത്തെടുക്കുന്നത്. വടക്കേ ആഫ്രിക്കയുമായും തുർക്കിയുമായും വ്യാപാരം നടത്തുന്ന പ്രമുഖ ചൈനീസ് ഷിപ്പിംഗ് കമ്പനിയായ സീ ലെജൻഡ് ഐസ് സിൽക്ക് റോഡ് എന്ന പേരിൽ ആർട്ടിക് സമുദ്രത്തിലൂടെയുള്ള പുതിയ യാത്രാ റൂട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ചൈനയുടെ കിഴക്കൻ തീരത്തുള്ള നിങ്ബോ തുറമുഖത്ത് നിന്ന് ആരംഭിച്ച് റഷ്യയുടെ നോർത്തേൺ സീ റൂട്ടിലൂടെ ആർട്ടിക് വൃത്തം കടന്ന് വടക്കൻ കടൽ വഴി തെക്കോട്ട് തിരിഞ്ഞ് കിഴക്കൻ ഇംഗ്ലണ്ടിലെ ഫെലിക്സ്റ്റോവിൽ അവസാനിക്കുന്നതാണ് ഈ പാത. ഇതിന്റെ നേട്ടം എത്രത്തോളമാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒക്ടോബറിൽ കമ്പനി നടത്തിയ പരീക്ഷണ ഓട്ടത്തിൽ വെറും 20 ദിവസം കൊണ്ടാണ് ഈ യാത്ര പൂർത്തിയാക്കിയത്. സാധാരണ സൂയസ് കനാൽ വഴിയുള്ള യാത്രയ്ക്ക് 40 ദിവസം എടുക്കും. ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയുള്ള യാത്രയ്ക്ക് 50 ദിവസവും എടുക്കുമ്പോൾ പകുതി സമയം ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. കുറഞ്ഞ താപനിലയും ചുരുങ്ങിയ യാത്രാ ദൂരവും ഉള്ളതിനാൽ ലിഥിയം അയൺ ബാറ്ററികൾ, സോളാർ ഫോട്ടോ വോൾട്ടായിക് പാനലുകൾ എന്നിവ പോലുള്ള തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങൾക്ക് ഇത് ഏറ്റവും മികച്ച വഴിയാണെന്ന് കൂടി സീ ലെജൻഡ് അധികൃതർ അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ആർട്ടിക്കിലെ മഞ്ഞ് വലിയ തോതിൽ ഉരുകുന്നത് ഈ പാതയ്ക്ക് തുണയായി. UK സൗത്താംപ്ടൺ സർവകലാശാലയുടെ പഠനമനുസരിച്ച് 2024-25 കാലയളവിൽ ശൈത്യകാലത്തെ മഞ്ഞിന്റെ വ്യാപ്തിയിൽ 5.8% ചരിത്രപരമായ കുറവുണ്ടായി. NSR തുറന്നു നൽകിയപ്പോൾ ചൈനയ്ക്ക് അത് മലാക്ക കടലിടുക്കിനെയും പശ്ചിമേഷ്യൻ വഴികളെയും ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ഒരു സുവർണാവസരമായി മാറി. ഒറ്റ നോട്ടത്തിൽ ഇത് ചൈനയുടെ അത്യുഗ്രൻ വിജയമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ അതിസങ്കീർണമായ ഒട്ടനവധി തടസ്സങ്ങളും രാഷ്ട്രീയ കെണികളുമുണ്ട്. ആദ്യത്തെ പ്രശ്നം പ്രകൃതി തന്നെയാണ്. വേനൽക്കാലത്ത് ഈ വഴി തുറന്നു കൊടുക്കുമെങ്കിലും കഠിനമായ ശൈത്യകാലത്ത് മഞ്ഞ് കട്ട പിടിച്ച ഈ പാത പൂർണ്ണമായും അടയും. അതിനാൽ ഇതൊരു സ്ഥിരം വഴിയല്ല, മറിച്ച് ഒരു സീസണൽ ബദൽ മാത്രമാണെന്ന്
വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ആർട്ടിക്കിലെ മഞ്ഞ് കൂടുതൽ ഉരുകാൻ ഈ ഗതാഗതം കാരണമാകുമെന്നും പരിസ്ഥിതി സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നു. ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ? ഇതിലെ ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ കെണി ഇരിക്കുന്നത് റഷ്യയുടെ കൈകളിലാണ്. നോർത്തേൺ സീ റൂട്ട് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് റഷ്യൻ ആണവ കമ്പനിയായ റോസാറ്റത്തിന് കീഴിലുള്ള ഏജൻസിയാണ്. കഴിഞ്ഞ വർഷമാകെ 23 കണ്ടെയ്നർ കപ്പലുകൾ മാത്രമാണ് ഈ റൂട്ടിലൂടെ കടന്നുപോയത്. നിലവിൽ ഭൂരിഭാഗം കപ്പലുകളും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യൻ ഷാഡോ ഫ്ലീറ്റുകളായതിനാൽ ഈ റൂട്ട് ഉപയോഗിക്കുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് കടുത്ത ഉപരോധ ഭീഷണിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതിസന്ധികളും വരുത്തിവെച്ചേക്കാം. അതുകൊണ്ട് തന്നെ ചൈനയ്ക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനും ഈ പാത സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നത് തർക്ക വിഷയമാണ്. കൂടാതെ ആർട്ടിക് മേഖല വൻ ശക്തികളുടെ പുതിയ യുദ്ധക്കളമായി മാറുകയാണ്. ആർട്ടിക് കൗൺസിലിലെ 8 രാജ്യങ്ങളിൽ റഷ്യ ഒഴികെ ബാക്കി 7 രാജ്യങ്ങളും നാറ്റോ അംഗങ്ങളാണ്. റഷ്യ ചൈന അച്ചുതണ്ടിന്റെ ഈ നീക്കത്തെ തടയിടാൻ 2026 ഫെബ്രുവരിയിൽ നാറ്റോ ആർട്ടിക് സെൻട്രി എന്ന പേരിൽ വമ്പൻ സൈനിക ദൗത്യം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാനഡയുടെ നോർത്ത് വെസ്റ്റ് പാസേജും ഗ്രീൻലാൻഡിലെ ധാതു സമ്പത്തുമെല്ലാം ഇതിനോടകം തന്നെ അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും നിരീക്ഷണത്തിലാണ്. ചുരുക്കത്തിൽ സൂയസ് കനാലിനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്ര ബിന്ദുവാകാൻ തൽക്കാലം ആർട്ടിക് റൂട്ടിന് കഴിയില്ല. എന്നാൽ അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളെയും മറികടക്കാൻ ചൈനയും റഷ്യയും ചേർന്നുണ്ടാക്കിയ ശക്തമായ ഒരു പ്രതിരോധ കവചമാണ് ഈ ഐസ് സിൽക്ക് റോഡ്. പരമ്പരാഗത ജലപാതകൾ യുദ്ധഭീതിയിൽ മുങ്ങുമ്പോൾ ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികൾ വകഞ്ഞു മാറ്റി ചൈന നടത്തുന്ന ഈ പടയോട്ടം വരും നാളുകളിൽ ലോക ഭൗമ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ തന്നെ സൃഷ്ടിക്കും. സൂയസ് കനാലിനെയും ഹോർമുസ് കടലിടുക്കിനെയും നിഷ്പ്രഭമാക്കി ആർട്ടിക് സമുദ്രം ലോക വ്യാപാരത്തിന്റെ പുതിയ കേന്ദ്രമായി മാറുമോ? ചൈന റഷ്യ സഖ്യത്തിന്റെ ഈ പടപ്പുറപ്പാടിനെ ചെറുക്കാൻ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും സാധിക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെ ആയാലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.